ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിക്ഷേപകരെ എന്നും ചേർത്ത് നിർത്തിയ ചരിത്രമാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിനുള്ളത്. ഒട്ടനവധി നിക്ഷേപ അവസരമാണ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കും ദീർഘകാല നിക്ഷേപകർക്കും. ബാങ്കുകൾ പോലുള്ള മറ്റു ധനകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് മികച്ച പലിശയും പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്നു. അത്തരം മികച്ച സ്കീമുകളിൽ ഒന്നാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം SCSS. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ ഒരു സ്കീം 8.2% പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ അംഗമാകാം. 55-നും 60-നും ഇടയിൽ പ്രായമുള്ള വിരമിച്ച ജീവനക്കാർക്കും 50-നും 60-നും ഇടയിൽ പ്രായമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ഈ ഒരു സ്കീം പ്രയോജനപ്പെടുത്താൻ കഴിയും. സർക്കാർ ഗ്യാരണ്ടിയും ഉയർന്ന പലിശയുമാണ് ഈ ഒരു സ്കീമിനെ സവിശേഷത. ഈ സ്കീമിലുള്ള പലിശ നിരക്ക് പലപ്പോഴും പല ബാങ്കുകളും വാഗ്ദാനം ചെയ്യുന്ന FD നിരക്കിനേക്കാൾ കൂടുതലാണ്. സാധാരണക്കാർക്ക് ഏറെ അനുയോജ്യമാണ് ഈ ഒരു സ്കീം. സുരക്ഷിത നിക്ഷേപം, നികുതി ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കും ജനപ്രിയമാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം. ഇനിയൊരു സ്കീമിലെ നിക്ഷേപ തുകയെക്കുറിച്ചും കാലാവധിയെക്കുറിച്ചും നോക്കാം. 1000 രൂപ മുതൽ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കും. പരമാവധി നിക്ഷേപ പരിധി 30 ലക്ഷം രൂപയാണ്. ആദായ നികുതി നിയമത്തിലെ സെഷൻ 80C പ്രകാരം ഒരു വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ നികുതി ഇളവും ഈ പദ്ധതിയിലെ നിക്ഷേപം വഴി നേടാനാകും. 5 വർഷമാണ് ഈ പദ്ധതിയുടെ നിക്ഷേപ കാലാവധി. ഏതൊരു പോസ്റ്റ് ഓഫീസ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ അംഗമാകാൻ സാധിക്കും. 20,000 രൂപ പെൻഷൻ നേടാൻ ഈ പദ്ധതി നിങ്ങളെ സഹായിക്കുമെന്നും ചില കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. സ്കീമിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1000 രൂപയാണ്. പരമാവധി പരിധി 30 ലക്ഷം ആണെന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ 8.2% പലിശ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിൽ നിങ്ങൾ പരമാവധി നിക്ഷേപമായ 30 ലക്ഷം രൂപ നിക്ഷേപിച്ചുവെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പ്രതിവർഷം 2.46 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും. അതായത് പ്രതിമാസം വരികയാണെങ്കിൽ ഏകദേശം 20,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പദ്ധതി ത്രൈമാസ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ പലിശ വരവ് വയ്ക്കുന്നത്. അതായത് 3 മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ, ജനുവരി മാസങ്ങളിലാകും പലിശ ക്രെഡിറ്റ് ആകുക. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അക്കൗണ്ട് ഉടമ മരണപ്പെടുകയാണെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും തുക നോമിനിക്ക് കൈമാറുകയും ചെയ്യും. ഓൺലൈനായാവും പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും. ഇനി ഇത് ഓൺലൈനായിട്ട് ഈ പദ്ധതിയിൽ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളത് നോക്കാം. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് സൃഷ്ടിക്കുക. അതിൽ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം SCSS തിരഞ്ഞെടുക്കുക. ഫോം പൂരിപ്പിച്ചിട്ട് ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ അപ്ലോഡ് ചെയ്യുക. നിക്ഷേപ തുകയുടെ വിശദാംശങ്ങൾ നൽകുക. അതായത് കുറഞ്ഞത് 1000 രൂപ അല്ലെങ്കിൽ പരമാവധി 30 ലക്ഷം രൂപ, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പേയ്മെൻറ്റ് നടത്തുക. തുടർന്ന് അക്കൗണ്ട് ഓപ്പൺ ആയതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ഈ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പം ഇതൊരു എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. താങ്ക്